എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ മില്ലിയും കിച്ചിങ്ങോട്ട് ചോരളക്കം പ്രാണ പണിയിട്ട് ഈ കാറ് ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് ആദ്യം അദ്ദേഹത്തിന്റെ കൺട്രോൾ അങ്ങ് പോയി. പിക്കപ്പിലിടിച്ചതിന് ശേഷം നേരെ വന്ന് ഈ സ്കൂട്ടർ യാത്രനെ ഇടിക്കുകയായിരുന്നു. ഇടിച്ച് അദ്ദേഹം തെറിച്ചു വീണു. ഭാര്യയ്ക്കും അദ്ദേഹത്തിന് വളരെ സീരിയസ് ആയ അപകടം സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കൈ അറ്റുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫിക്സും വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഭാര്യയെ ആദ്യം കാറിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അതിനുശേഷം ആംബുലൻസ് വന്ന് അദ്ദേഹത്തെയും എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഇതിൽ സ്കൂട്ടറിന്റെ ഡോക്യുമെന്റ്സ് ഇപ്പോൾ കാണുന്നത് ജയപ്രകാശ് എന്ന പേരിലാണ് സ്കൂട്ടറിലുള്ള ഡോക്യുമെന്റ്. ഏരൂര് വയലാട് കുഞ്ഞ് അത് സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന ഡോക്യുമെന്റ് ആണ്. അദ്ദേഹമാണോ എന്നുള്ളത് കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ വാഹനം ഓവർടേക്ക് ചെയ്ത് നിയന്ത്രണം വിട്ട് ഓവർടേക്ക് ചെയ്ത് റോഡിലെ സെൻട്രലിലായി പോയി. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ പിക്കപ്പുമായി കൂട്ടിയിടിച്ചു. പിക്കപ്പിലിടിച്ച് കൺട്രോൾ പോയി നേരെ വന്ന് ബൈക്കിലിടിച്ചു. സ്കൂട്ടറിലിടിച്ചു. സ്കൂട്ടറുകാർക്ക് വളരെ മാരകമായ വന്നിട്ടാണ് തട്ടിയത്. അതങ്ങനെ തന്നെയാണ് വണ്ടി അങ്ങനെ പറയുന്നത്. അണ്ണം പറഞ്ഞോ ലെഫ്റ്റ് സൈഡിൽ തന്നെ വന്നേ. ലെഫ്റ്റ് സൈഡിൽ വന്നപ്പോഴത്തേന് ഈ പിക്കപ്പ് റോങ് സൈഡിൽ വന്നു. റോങ് സൈഡിൽ വന്ന് പിക്കപ്പിൽ തട്ടിപ്പോ എന്റെ വണ്ടി വലത്തോട്ടായി. അപ്പോഴാണ് ഈ വണ്ടികളെല്ലാം പോയി. ഇദ്ദേഹമാണ് ഈ വാഹനം കാർ ഓടിച്ചിരുന്ന വ്യക്തി. അദ്ദേഹം പറഞ്ഞത് പിക്കപ്പ് റോങ് സൈഡിൽ വരികയും പിക്കപ്പിൽ തട്ടി സ്കൂട്ടറിൽ ഇടിക്കുമായിരുന്നു. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ട് വന്നത്. പക്ഷേ തട്ടിയതോടുകൂടി വളരെ വലിയ ഒരു ആക്സിഡന്റാണ് ഇവിടെ നടന്നത്. ബൈക്കിക്ക് നല്ല സീരിയസ് ആയിട്ടുള്ള ഇതുണ്ട്. അന്നേരം തന്നെ ആംബുലൻസ് വരികയും ഞങ്ങളെല്ലാം അതിനെ കയറ്റിവിടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ബൈക്ക് മുരുകൻകോവിൽ ഏതൊരു മുരുകൻകോവിലുള്ള ഭാഗത്തുള്ള ബൈക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ പിന്നെ പിക്കപ്പ് ആർച്ചിലും പിന്നെ സ്വിഫ്റ്റ് കാർ 5-ലുള്ള കാറുമാണ്. സ്വിഫ്റ്റ് കാറിന്റെ ഓണർ അല്ല, ഞങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഓടി വന്നെയാണ്. ആംബുലൻസ് വിളിച്ചു. ആൾക്കാരെല്ലാം കയറ്റി വിട്ടിട്ടുണ്ട്. ഇപ്പം ഹോസ്പിറ്റലിൽ എത്തുകയേ ഉള്ളൂ. വിവരങ്ങൾ പൂർണ്ണമായിട്ട് അറിയാൻ കഴിഞ്ഞു.